ഹലോ, ഞാൻ ടാനിയ ജോൽ. എല്ലാവരും എന്നെ അടുത്തോണ്ടിരിക്കുവാന്നേ. ഇന്ന് വന്ന് നന്നായിട്ട് വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. മുഴുവനായിട്ട് വീഡിയോസ് ഒക്കെ കാണണേ. എന്തായാലും ബെഡ്ഷീറ്റിന്റെ സൈഡ് ബോർഡർ, ബെഡ്ഷീറ്റ് അത് ഇതെന്നൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നും ഈ ബെഡ്ഷീറ്റിനെ കുറിച്ച് നമുക്ക് പറയാനില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് പുതിയ എന്താ പറഞ്ഞ വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം, നമ്മുടെ വീട് വന്ന് നന്നായിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാം. ഈയിടെയായിട്ട് ഞാൻ ഇങ്ങനെ വായിക്കുമായിരുന്നു. ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജ് ആട്ടോ. നമ്മൾ നമ്മുടെ ബെഡൊക്കെ രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് വിരിച്ചാൽ നമ്മളൊക്കെ നല്ല മില്ലിനിയർ ആവുന്ന. എനിക്കറിയത്തില്ല അത് സത്യമാണോ ഇല്ലയോ എന്ന്. എന്തായാലും ബെഡ് നന്നായിട്ട് രാവിലെ വിരിച്ചാൽ ഇടയ്ക്കൊക്കെ പോയി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. മടുക്കുമ്പോൾ ഓടിപ്പോയി കിടന്നാൽ മതിയല്ലോ. എനിക്കതേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബെഡ്ഷീറ്റ്സുകളാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യമായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ്. ഈ ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഫുള്ളായിട്ട് ഇതുപോലെ കുഞ്ഞു പൂക്കളാട്ടോ. കുറേ പൂക്കളുണ്ട്. വൈറ്റില്, പിങ്കില്, ഒരു കുഞ്ഞ് മജന്ത എന്ന് പറയാൻ പറ്റത്തില്ല, കുഞ്ഞു പീച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പിങ്ക് കളറിൽ നല്ല ഭംഗിയായിട്ട് ഇത് ഒരുപാട് പൂക്കള്, ഇതിൽ ഫുള്ളായിട്ടുള്ള പൂക്കളുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ് ആണ്. നല്ല രസമായിട്ട് നിങ്ങൾക്ക് തോന്നും. കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് നല്ല ഒരു സൈസിൽ നല്ല അവൈലബിൾ ആയിട്ടുള്ള സൈസ് കിങ്ങിലും ക്യൂണിലും അവൈലബിൾ ആണ്. അതനുസരിച്ചുള്ള ഒരു സൈസിൽ ഇത് നമുക്ക് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ, പില്ലോ കവേഴ്സിലും 4 പൂക്കളുണ്ട്. അപ്പൊ 4 സൈഡിലും കുഞ്ഞു പൂക്കളുള്ള നല്ല ഒരു ബെഡ്ഷീറ്റ് കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പൊ ഭയങ്കര ചൂടാ. അപ്പൊ എന്നാലും നമ്മൾ AC തന്നെയാ കിടക്കുന്നത്. അപ്പൊ നമുക്ക് AC ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല 3 ലെയർ പുതപ്പ് കേട്ടോ. ഇത് നമുക്ക് പല പേരുകളിൽ നമ്മൾ ഇതിനെ വിളിക്കും. പക്ഷെ ഞാനിത് 3 ലെയർ പുതപ്പ് പറയുന്നത് ആക്ച്വലി ഇത് 3 ലെയർ ആയിട്ടുള്ളതാണ്. ഇടയ്ക്ക് ഉള്ള ഒരു കോട്ടൺ ആണ്. അപ്പൊ നമുക്ക് AC നമുക്ക് ഒരുപാട് AC കിടക്കുമ്പോഴും ഇത് നല്ല സുഖമാണ് പുതയ്ക്കാൻ. അല്ലാതെ ഇത് പുതയ്ക്കാൻ നല്ല സുഖമാട്ടോ. ഇന്ന് കാണിക്കുന്നത് ഇത് കണ്ടോ, നല്ല ആനയുടെ പടമുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റാട്ടോ. ഇതിന്റെ ആനയുണ്ട്, കൊടയുണ്ട്, നല്ലൊരു വെറൈറ്റി അല്ലേ. അതിന്റെ ബാക്ക് വശം ഇതുപോലെ നല്ല പൂക്കളാ. എന്തായാലും പൂക്കളില്ലാത്ത ഒരു കളിയില്ല കേട്ടോ നമുക്ക്. അപ്പൊ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു നല്ല പ്രകാശിച്ച് നല്ല പൂക്കളൊക്കെ നല്ല വിരിഞ്ഞു നിൽക്കുക. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കാണുമ്പോഴല്ലേ നമുക്ക് ഒരു സന്തോഷമുള്ള. ഇവിടെ മാഗ്നിസ്കേപ്സിന്റെ നമ്മുടെ ഗേറ്റിൽ നിന്ന് ആദ്യം നോക്കുമ്പോഴത്തേനും ഓപ്പോസിറ്റ് സൈഡില് നന്നായിട്ട് കാണാൻ പറ്റുന്നത് നല്ല കട്ട ചെമ്പരത്തിപ്പൂവ്. അതായത് നല്ലൊരു കളറില് അകലേന്ന് കാണാൻ പറ്റും കേട്ടോ. ഇന്ന് കാണുന്നത് 3 പൂക്കളാണേ. അപ്പൊ ഓരോന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ എല്ലാ ദിവസവും അതിനെ നോക്കും, അവിടെ എത്ര പൂ ഉണ്ടെന്ന്. ഇന്ന് 3 പൂവേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനിയുള്ള ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഇലകളുണ്ട്. ഇതെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ ഷീറ്റ് തന്നെ കൊണ്ടുവരുന്നത്, വേറെ ഷീറ്റൊന്നും നിങ്ങളുടെ കയ്യിലില്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട് കേട്ടോ. ഞാൻ ഡെയിലി യൂസിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഷീറ്റ്സാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. ഇനി ഒരുപാട് വിലയുടെ ഷീറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ സ്റ്റോറിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. എന്നാലും ഇടയ്ക്കൊക്കെ ഞാനത് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഒരു 1000 റുപ്പീസിന് താഴെയൊക്കെ നല്ല 100% കോട്ടൺ കളർ ഗ്യാരണ്ടിയോട് കൂടി തരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു ഡീലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരേപോലെ ഇരിക്കുന്ന സാധനങ്ങൾ, ഇതേപോലെ ഇരിക്കുന്ന വേറെ വേറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഞാൻ തരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി 100% കളർ ഗ്യാരണ്ടിയോട് കൂടിയാ തരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. ഇത് കണ്ടോ, ഫുൾ ഇലകളാണ്. ഈ ഇലകളൊക്കെ ഉള്ളത് സൈഡ് ബോർഡർ വന്നിട്ട് ബ്ലാക്ക് കളറാണ്. നമ്മൾ എപ്പോൾ വാഷ് ചെയ്താലും കുറച്ച് സോപ്പ് പൊടിയോ കുറച്ച് സോപ്പ് ലിക്വിഡൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബെഡ്ഷീറ്റുകളൊക്കെ കുറേ നാളും ഈ ഒരു കളർ തന്നെ നിലനിൽക്കും. നമ്മൾ ഒത്തിരി വാഷ് ചെയ്യുമ്പോൾ നമ്മളെ ബെഡ്ഷീറ്റ് ആണെങ്കിലും നമ്മുടെ ചുരിദാർ ആണെങ്കിലും കുർത്തയാണെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഓവറായിട്ട് വാഷിംഗ് പൗഡർ ഇട്ടാൽ നരച്ചു പോകും. അതുപോലെ തന്നെയാണ് ബെഡ്ഷീറ്റും. ഓവറായിട്ട് നമ്മൾ ഇതാവില്ല. പിന്നെ ഇത് കുറെ നാളൊക്കെ കഴിയുമ്പോൾ അടുത്ത ബെഡ്ഷീറ്റ് വാങ്ങിക്കണം. അതാണ് ലൈക്ക് അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് 2 വർഷം ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല കേട്ടോ.
എന്നാലും നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇത് ഇനി അടുത്ത ഷീറ്റ്. ഈ ഷീറ്റിന് നടുക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ തുണിയ കോട്ടൺ തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. ജക്കാർഡിന്റെ മെറ്റീരിയൽ ആണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. സാധാരണയുള്ള തിക്ക് കോട്ടൺ അല്ല. സൈഡ് ബോർഡർ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. സെന്റർ പോർഷൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് എൻ്റെ ഷീറ്റ്സുകൾ ഞാൻ ഓരോ ഷീറ്റ്സും എടുത്തെടുത്ത് പറയാൻ ആലോചിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പൊ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഷീറ്റ്. സെന്റർ പോർഷൻ നല്ല ഭംഗിയിലായിരുന്നു കാണാൻ. നല്ല രസത്തിലുള്ള 2 വലിയ പില്ലോ കവേഴ്സ്. ഈ പില്ലോ കവേഴ്സിന്റെ എല്ലാം സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇനിയുള്ള ഷീറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്കറിയാം ഇതിന് നല്ല എൻക്വയറി വരും. എനിക്ക് തന്നെ നല്ല കട്ട റോസാപ്പൂ. നമ്മളിങ്ങനെ കുഞ്ഞുനാളിലൊക്കെ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ നല്ല റോസാപ്പൂ ഒക്കെ കാണുമ്പോഴില്ല, അതെല്ലാം പറിച്ച് തലമുടിയിലൊക്കെ സ്ലൈഡിലൊക്കെ കുത്തി, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ അത് കുത്തി നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല സുന്ദരിയായിട്ട് ഒരുക്കി വിടുന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ? ചില ദിവസം പിങ്ക് കളറായിരിക്കും, ചില ദിവസം റെഡ് കളറായിരിക്കും. ഈ സൈഡിൽ ഒരെണ്ണം കുത്തും, നല്ല എല്ലാവരും ഇങ്ങനെ കാണും. അപ്പം നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസമായിട്ട്. ഇപ്പൊ പിള്ളേരോടൊക്കെ അങ്ങനെ പൂ ഈ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര നാണമാന്നേ. എന്താണെന്നറിയത്തില്ല, അവർക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നല്ല ഭംഗിയായിട്ടുള്ള, പക്ഷെ ചില പിള്ളേരൊക്കെ അനുസരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല റോസാപ്പൂവ്, നല്ല കട്ട റോസാപ്പൂവ്, നല്ല മുള്ളുള്ള ഇലയൊക്കെ ഉള്ള റോസാപ്പൂവാ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള റോസാപ്പൂവിന്റെ ഡിസൈന്. ഇനി നമുക്ക് ഏത് റൂമിൽ വേണമെങ്കിലും വിരിക്കാൻ പറ്റുന്ന ഒരു ഷീറ്റ് കേട്ടോ. അതായത് ഏത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ റൂമിൽ ഈ ഒരു ഷീറ്റ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ചെക്കില് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ്. സൈഡ് ബോർഡർ വരുമ്പോൾ ലൈറ്റ് ഗ്രേ കളറാട്ടോ. ഈ ഒരു ഷീറ്റ്സ് എല്ലാം ഇതിന്റെ സൈസ് ഉണ്ടല്ലോ, നമ്മൾ ഈ കിങ് സൈസ് പറഞ്ഞിട്ട് പോകുമ്പോൾ കിങ് സൈസിന് മെഷർമെന്റും കൂടെ പറയാവോ എന്ന് ചോദിക്കുന്നുണ്ടേ. ശരിക്കും കിങ് സൈസിന് മെഷർമെന്റ് 100x108 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ 100 എന്നുള്ളത് കറക്റ്റ് സൈസ് ആണ്. 100x8 എന്നുള്ളത് 100x9 ആകാം, 100x7 ആകാം കേട്ടോ. കുറച്ച് 1 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. നമ്മളെല്ലാം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആണല്ലോ. 1 ഇഞ്ച് 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. 100% കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്, ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആ പറയുന്നത്. 1/2 ഇഞ്ച് 1 ഇഞ്ച് എപ്പോഴും വ്യത്യാസം ഉണ്ടാവുമേ. ഇത് കണ്ടോ, 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ, പക്ഷെ പില്ലോ കവർ എപ്പോഴും കൂടുതലായിരിക്കും കേട്ടോ. പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. ഇനി ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ഷീറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഈ ഒരു ഷീറ്റ് ആട്ടോ. നല്ല ഒരു കളർ കോമ്പിനേഷൻ, ഒരു ചുരിദാറൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ കളർ കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. നല്ല എന്താ പറയുന്നത്, നല്ല രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളറിൽ. എനിക്ക് എപ്പോഴും ഇങ്ങനെ വലിയ പൂക്കളുള്ള ചുരിദാറല്ലേ, അതുപോലെ ഇതുണ്ട്. ഇതൊക്കെ ചുരിദാർ എന്നെ പോലെയുള്ള മണ്ടന്മാര് അല്ല, ഇത് ചുരിദാറായിട്ടും തയ്ക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. മണ്ടന്മാരെന്നല്ല, എന്നെ പോലെ ആഗ്രഹമുള്ള ആൾക്കാർ ഇതെനിക്ക് ചുരിദാറായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് നമ്മുടെ ബെഡ്ഷീറ്റ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാട്ടോ. നല്ല രസമില്ലേ? നല്ല വലുതായിട്ടുള്ള പൂക്കള്, എന്ത് രസമാന്ന് നോക്കിയേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കാണിച്ചത് എല്ലാം കിങ് സൈസ് ആണ്. നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാ ദിവസവും ഈ സന്തോഷത്തോടെ ഇരിക്കണം. എന്തിനാ കൊച്ചേ ഇത് പറയുന്നതെന്ന് ചോദിക്കും. നമ്മളോട് ആരെങ്കിലും പറയാറുണ്ടോ സന്തോഷത്തോടെ ഇരിക്കണം? അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനകത്ത് സന്തോഷം കിട്ടുവാണെങ്കിൽ എനിക്ക് ഒരു നല്ല സുഖമല്ലേ. അപ്പൊ മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയെന്ന് വരുമ്പോഴും MG റോഡിൽ നിന്ന് വരുമ്പോഴും നമ്മുടെ സ്റ്റോർ ഉള്ളത് മെട്രോ പില്ല നമ്പർ 795 സൈഡിലുള്ള വഴി ചെറുപറമ്പത്ത് റോഡാണ്. അവിടെ വരുമ്പോൾ പില്ല നമ്പർ 795 അകത്തോട്ട് വരുമ്പോൾ നമുക്കൊരു 100 മീറ്റേഴ്സ് അകത്തോട്ട് വരുമ്പോൾ മാഗ്നിസ്കേപ്സിന് റൗണ്ട് ബോർഡ് ഉണ്ട്. അവിടെ തന്നെയാണ് മാഗ്നിസ്കേപ്സിന് സ്റ്റോർ ഉള്ളത്. പിന്നെ വെബ്സൈറ്റിൽ വാങ്ങിക്കാം. വെബ്സൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ താഴെ കിടക്കുന്ന നമ്പറിൽ നമ്മളോട് ചോദിച്ചാൽ മതി. ചില സമയത്ത് ഈ വെബ്സൈറ്റിൽ ചില ഫോട്ടോസ് ഒന്നും കാണത്തില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതേ ആരിലൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളേ. താങ്ക് യു.